വെള്ളിയാഴ്ച രാത്രി ഇറാനെതിരെ ഇനി ഒരു നിർണായക നീക്കം വേണമെന്ന നിലപാടിലായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കഴിഞ്ഞ 3-4 മാസങ്ങളായി തുടരുന്ന സംഘർഷത്തിന് ഇനി ഒരു തീർപ്പ് വേണം. അതിനായി വലിയ തോതിലുള്ള ഒരു സൈനിക നീക്കത്തിന് തയ്യാറെടുക്കണമെന്നായിരുന്നു ട്രംപിന്റെ നിർദ്ദേശം. പക്ഷേ പെന്റഗണിൽ നിന്ന് ലഭിച്ച മറുപടി അപ്രതീക്ഷിതമായിരുന്നു. നീക്കം നടത്താം, പക്ഷേ അതിനാവശ്യമായ ആയുധങ്ങളും പ്രതിരോധ സംവിധാനങ്ങളും നമ്മുടെ പക്കൽ ആവശ്യത്തിന് ബാക്കിയില്ല. ഇവിടെയാണ് യഥാർത്ഥ പ്രശ്നം ആരംഭിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ആക്രമണങ്ങൾ വലിയ തോതിൽ ശക്തിപ്പെട്ടിരുന്നു. കഴിഞ്ഞ 10-12 ദിവസമായി തുടർച്ചയായ ആക്രമണങ്ങളും മിസൈൽ പ്രതിരോധ പ്രവർത്തനങ്ങളും നടക്കുന്നതിനിടെ മധ്യപൂർവ്വദേശത്തെ അമേരിക്കൻ സൈനിക താവളങ്ങളിൽ സൂക്ഷിച്ചിരുന്ന നിരവധി ഇന്റർസെപ്റ്റർ മിസൈലുകൾ മറ്റ് പ്രതിരോധ സംവിധാനങ്ങളും വലിയ തോതിൽ ഉപയോഗിക്കപ്പെട്ടുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. ഇറാനിലെ എർബിൽ ഉൾപ്പെടെയുള്ള അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളിലും സ്ഥിതി ആശങ്കാജനകമാണെന്നാണ് റിപ്പോർട്ടുകൾ. കുവൈറ്റ്, ബഹ്റിൻ തുടങ്ങിയ മേഖലകളിലുമുള്ള അമേരിക്കൻ പ്രതിരോധ സംവിധാനങ്ങൾക്കും വലിയ സമ്മർദ്ദമാണ് നേരിടേണ്ടി വന്നത്. അപ്പോൾ ട്രംപിന്റെ ചോദ്യം സ്വാഭാവികമായിരുന്നു: നമ്മൾ ഇത്രയും വലിയൊരു എസ്കലേഷൻ പ്ലാൻ ചെയ്തിട്ടില്ലേ? പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകാൻ കഴിയാത്തത്? അവിടെ നിന്നാണ് അമേരിക്കൻ സൈന്യത്തിന്റെ യഥാർത്ഥ പ്രതിസന്ധി പുറത്തുവരുന്നത്. 1-2 മിസൈലുകൾ കൂടി വിക്ഷേപിക്കാൻ ഒരുപക്ഷെ സാധിച്ചേക്കാം. എന്നാൽ അതിനപ്പുറം വലിയൊരു ആക്രമണം നടത്തണമെങ്കിൽ ആവശ്യമായ ആയുധശേഖരവും പ്രതിരോധ സംവിധാനങ്ങളും വീണ്ടും നിറയ്ക്കേണ്ടി വരും. അതേസമയം തുടർച്ചയായ ആക്രമണങ്ങൾ കാരണം യുദ്ധവിമാനങ്ങൾക്കും വലിയ സമ്മർദ്ദമാണ്. നിരന്തരമായ ദൗത്യങ്ങൾ, അറ്റകുറ്റപ്പണികൾ, ഇന്ധനം, സ്പെയർ പാർട്സ് തുടങ്ങിയവയെല്ലാം സൈനിക ശേഷിയെ ബാധിക്കുന്ന ഘടകങ്ങളാണ്. അതിനാൽ ചോദ്യം ഇതാണ്: അമേരിക്കയ്ക്ക് ഇറാനെതിരെ ഒരു വലിയ തോതിലുള്ള യുദ്ധത്തിലേക്ക് പോകാൻ കഴിയുമോ? അതോ നിലവിലുള്ള സൈനിക ശേഷി കണക്കിലെടുത്ത് ഒരു ഘട്ടത്തിൽ പിന്നോട്ട് നിൽക്കേണ്ടി വരുമോ? വെള്ളിയാഴ്ച രാത്രി മുതൽ ശനിയാഴ്ച രാത്രിയിലേക്ക് കടക്കുമ്പോൾ ഒരു വലിയ എസ്കലേഷനിലേക്ക് നീങ്ങാൻ തയ്യാറെടുത്തിരുന്ന അമേരിക്കൻ ഭരണകൂടത്തിന് പെന്റഗണിന്റെ ഭാഗത്തു നിന്ന് ലഭിച്ചതായി പറയപ്പെടുന്ന സന്ദേശത്തിന്റെ കാതൽ ഇതായിരുന്നു: യുദ്ധം ചെയ്യാൻ തീരുമാനിക്കുന്നത് മാത്രം പോരാ, അതിനാവശ്യമായ സൈനിക ശേഷിയും ആയുധ ശേഖരവും നമ്മുടെ കൈവശമുണ്ടോ എന്നതാണ് യഥാർത്ഥ ചോദ്യം. അമേരിക്ക പൂർണ്ണമായും യുദ്ധം നിർത്തുകയാണ് എന്നതല്ല ഇപ്പോൾ പുറത്തുവരുന്ന സൂചനകൾ, മറിച്ച് താൽക്കാലികമായ ഒരു പോസ് എടുക്കുകയാണ്. അതായത് ഇപ്പോഴുള്ള ആയുധ ശേഖരം ഉപയോഗിച്ച് മുന്നോട്ട് പോകുന്നതിന് പകരം കുറച്ച് സമയമെടുത്ത് മിസൈലുകളും ഇന്റർസെപ്റ്റുകളും മറ്റും സൈനിക സംവിധാനങ്ങളും വീണ്ടും നിറയ്ക്കുക. അതിനുശേഷം കൂടുതൽ ശക്തമായി തിരിച്ചടിക്കുക. ഇതാണ് അമേരിക്കയുടെ മുന്നിലുള്ള ഓപ്ഷൻ എന്നാണ് വിലയിരുത്തൽ. പക്ഷേ അതിനിടയിൽ മറ്റൊരു വലിയ പ്രശ്നം കൂടി അമേരിക്കയ്ക്ക് മുന്നിലുണ്ട്: ഇസ്രയേൽ കൂടി പൂർണ്ണമായി ഈ നീക്കത്തിൽ പങ്കാളിയാകണമെന്നാണ് അമേരിക്ക ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇറാന്റെ തിരിച്ചടി കൂടുതൽ ശക്തമായാൽ തങ്ങൾക്ക് വലിയ നാശനഷ്ടമുണ്ടാകുമെന്ന ആശങ്ക കാരണം ഇസ്രയേലും വളരെ ജാഗ്രതയോടെയാണ് നീങ്ങുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ട്രംപ് ഭരണകൂടം ഇപ്പോൾ ഒരു തരത്തിലുള്ള ലോ സ്റ്റോക്ക് പിൽ പ്രതിസന്ധിയിലാണ്. അമേരിക്കയുടെ കൈവശമുള്ള ആണവശേഷി മാത്രമല്ല, ഇറാനിലേക്ക് അയക്കുന്ന യുദ്ധവിമാനങ്ങൾക്കും പ്രതിരോധ സംവിധാനങ്ങൾക്കും വലിയ സമ്മർദ്ദമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെ തുടർച്ചയായ പോരാട്ടം ഇതിനെ കൂടുതൽ രൂക്ഷമാക്കിയിട്ടുണ്ട്. അതേസമയം ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കൂടുതൽ സജീവവും ശക്തവുമായതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ഒരു കാലത്ത് അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ ഇറാന്റെ വ്യോമ പരിധിയിലേക്ക് കടന്ന് ആക്രമണം നടത്തി സുരക്ഷിതമായി തിരിച്ചുവരും എന്ന കണക്കൂട്ടലായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യം അത്ര ലളിതമല്ല. ഇറാന്റെ മിസൈൽ ഇന്റർസെപ്റ്റുകളും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും കൂടുതൽ ശക്തമായതോടെ അമേരിക്കൻ യുദ്ധവിമാനങ്ങൾക്ക് ഇറാന്റെ ആകാശ പരിധിയിലേക്ക് കടക്കുന്നത് കൂടുതൽ അപകടകരമായ ദൗത്യമായി മാറിയിരിക്കുകയാണ്. ഇവിടെ മറ്റൊരു ചോദ്യം ഉയരുന്നു: റഷ്യ ഇറാന് കൂടുതൽ ആധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ നൽകിയിട്ടുണ്ടോ? S-400, S-500 പോലുള്ള സംവിധാനങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ ഇതിനിടയിൽ ഉയരുന്നുണ്ട്. റഷ്യൻ വിമാനങ്ങളുടെ ഇറാനിലേക്കുള്ള സാന്നിധ്യം ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. ചൈനയിൽ നിന്നുള്ള സഹായത്തെക്കുറിച്ചും പലതരത്തിലുള്ള റിപ്പോർട്ടുകൾ പ്രചരിക്കുന്നുണ്ട്. ഇതിൽ എന്തൊക്കെയാണ് യാഥാർത്ഥ്യമെന്ന് പൂർണ്ണമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിലും ഒരു കാര്യം വ്യക്തമാണ്: ഇറാന്റെ വ്യോമ പ്രതിരോധ ശേഷിയെ ഇനി അമേരിക്കയ്ക്ക് നിസ്സാരമായി കാണാൻ കഴിയില്ല. ഇതോടൊപ്പം ഇറാന്റെ ഭാഗത്തു നിന്ന് മറ്റൊരു അവകാശവാദം ഉയർന്നിട്ടുണ്ട്. ഇറാഖിലെ എർബിൽ ഉൾപ്പെടെയുള്ള അമേരിക്കൻ സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾക്ക് കഴിഞ്ഞ ദിവസങ്ങളിലെ ആക്രമണങ്ങളിൽ വലിയ നാശനഷ്ടം ഉണ്ടാക്കിയെന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ എർബിലിലെ അമേരിക്കൻ സൈനിക താവളത്തിൽ നിന്ന് തീ പടർന്ന ദൃശ്യങ്ങൾ പോലും പുറത്തു വന്നിരുന്നു. ഇറാന്റെ ആക്രമണങ്ങളുടെ ഫലമായി അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വലിയ നാശനഷ്ടങ്ങളുണ്ടായെന്നും ഇനി അവിടെ നിന്ന് വലിയ തോതിലുള്ള ആക്രമണങ്ങൾ നടത്താനുള്ള അമേരിക്കൻ ശേഷി കുറഞ്ഞുവെന്നും ഇറാൻ അവകാശപ്പെടുന്നു.
അങ്ങനെ നോക്കുമ്പോൾ അമേരിക്കയ്ക്ക് മുന്നിൽ ഇനി പ്രധാനമായും ചില ഓപ്ഷനുകളാണ് അവശേഷിക്കുന്നത്. ഇസ്രായേൽ, സൗദി അറേബ്യ, UAE, ബഹ്റിൻ, കുവൈറ്റ്. എന്നാൽ ഈ രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക താവളങ്ങളും ഇതിനകം തന്നെ ഇറാന്റെ ആക്രമണങ്ങളുടെ പരിധിയിൽ വന്നിട്ടുണ്ട്. ഇതിനിടെയാണ് മറ്റൊരു നിർണായക നീക്കം. UK അമേരിക്കയ്ക്കൊപ്പം കൂടുതൽ സജീവമായി രംഗത്തിറങ്ങുമോ? അമേരിക്കൻ B-1 ബോംബർ വിമാനങ്ങൾ ഉൾപ്പെടെയുള്ള സൈനിക വിമാനങ്ങൾ ബ്രിട്ടീഷ് സൈനിക സൗകര്യങ്ങൾ ഉപയോഗിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഇതോടെ ബ്രിട്ടനും ഈ യുദ്ധത്തിന്റെ ഭാഗമാകുന്നുണ്ടോ എന്ന ചോദ്യവും ശക്തമായി ഉയരുന്നു. ഇറാന്റെ ഭാഗത്തു നിന്നും ഇതിനെതിരെ കടുത്ത മുന്നറിയിപ്പാണ് വന്നിരിക്കുന്നത്. ഇറാനിയൻ റവല്യൂഷണറി ഗാർഡിന്റെ ഭാഗത്തു നിന്നുള്ള പ്രസ്താവനയുടെ സാരാംശം വളരെ വ്യക്തമാണ്. അമേരിക്കയെ സൈനികമായി സഹായിക്കുന്ന ഏതൊരു രാജ്യവും ഇറാന്റെ കാഴ്ചപ്പാടിൽ ഒരു ലക്ഷ്യമായി മാറും. അത് ബ്രിട്ടനായാലും ഗൾഫ് രാജ്യങ്ങളായാലും മറ്റേതെങ്കിലും രാജ്യമായാലും അമേരിക്കൻ സൈനിക നീക്കങ്ങൾക്ക് നേരിട്ട് പിന്തുണ നൽകുകയോ സ്വന്തം സൈനിക താവളങ്ങൾ ഉപയോഗിക്കാൻ അനുവദിക്കുകയോ ചെയ്താൽ ആ രാജ്യങ്ങളിലെ സൈനിക കേന്ദ്രങ്ങളും ഇറാന്റെ ലക്ഷ്യമായി മാറുമെന്നാണ് മുന്നറിയിപ്പ്. അമേരിക്കൻ B-1 ബോംബർ വിമാനങ്ങൾ ബ്രിട്ടീഷ് താവളങ്ങൾ ഉപയോഗിക്കുന്ന സാഹചര്യം തുടർന്നാൽ ആ ബ്രിട്ടീഷ് സൈനിക താവളങ്ങളും ആക്രമണത്തിന് ന്യായമായ ലക്ഷ്യങ്ങളായി മാറുമെന്ന് ഇറാന്റെ ഭാഗത്തു നിന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതായത് മിഡിൽ ഈസ്റ്റിൽ അമേരിക്കയുടെ സൈനിക താവളങ്ങളെ ഇറാൻ എങ്ങനെയാണ് ലക്ഷ്യമിടുന്നത്, അതേ രീതിയിൽ ബ്രിട്ടീഷ് സൈനിക താവളങ്ങളും ലക്ഷ്യമിടാൻ മടിക്കില്ല എന്നതാണ് ഇറാന്റെ സന്ദേശം. ഇതോടെ ഈ യുദ്ധത്തിന്റെ മറ്റൊരു അപകടകരമായ വാതിലാണ് തുറക്കുന്നത്. അമേരിക്ക ഇറാൻ സംഘർഷം ഇനി മിഡിൽ ഈസ്റ്റുകളിൽ മാത്രം ഒതുങ്ങുമോ, അതോ ബ്രിട്ടൻ പോലുള്ള രാജ്യങ്ങൾ നേരിട്ട് ഉൾപ്പെട്ടാൽ യുദ്ധത്തിന്റെ പരിധി മിഡിൽ ഈസ്റ്റിന് പുറത്തേക്കും വ്യാപിക്കുമോ? ഇതാണ് ഇപ്പോൾ ഏറ്റവും വലിയ ചോദ്യം. കാരണം ഒരു വശത്ത് അമേരിക്കയ്ക്ക് വീണ്ടും ആയുധ ശേഖരം നിറയ്ക്കേണ്ട സാഹചര്യം, മറുവശത്ത് ഇറാന്റെ വ്യോമ പ്രതിരോധം കൂടുതൽ ശക്തമാകുന്നു. ഇസ്രയേൽ നേരിട്ട് എത്രത്തോളം മുന്നോട്ട് വരുമെന്നതും വ്യക്തമല്ല. അതേസമയം ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ സൈനിക താവളങ്ങൾ ഉപയോഗിക്കപ്പെടുന്നത് ഇറാൻ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ പോസ്റ്റ് യുദ്ധത്തിന്റെ അവസാനമല്ല, ഇത് അടുത്ത ഘട്ടത്തിലെ കൂടുതൽ വലിയ ഏറ്റുമുട്ടലിന് മുമ്പുള്ള ഒരു ഇടവേള മാത്രമാണോ എന്നതാണ് ഇനി ലോകം ഉറ്റുനോക്കുന്നത്. ഇതിനിടയിൽ ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു നീക്കവും കഴിഞ്ഞ ദിവസം ഉണ്ടായതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. അമേരിക്കൻ ഫൈറ്റർ ജെറ്റുകളും റീഫ്യുവലിംഗ് വിമാനങ്ങളും ഉൾപ്പെടെയുള്ള സൈനിക വിമാനങ്ങളുടെ നീക്കങ്ങൾ കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് ടെൽ അവീവിനും റിയാദിനുമിടയിലായിരുന്നു എന്നതാണ് പുറത്തുവരുന്ന ഫ്ലൈറ്റ് ട്രാക്കിംഗ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. അമേരിക്കൻ യുദ്ധവിമാനങ്ങൾക്കും റീഫ്യുവലിംഗ് വിമാനങ്ങൾക്കും ഇപ്പോൾ പ്രധാനപ്പെട്ട കേന്ദ്രമായി മാറുന്നത് ഇസ്രയേലും സൗദി അറേബ്യയുമാണെന്നാണ് ഈ നീക്കങ്ങളിൽ നിന്നും ലഭിക്കുന്ന സൂചന. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം ഉയരും. അമേരിക്കയും ഇസ്രയേലും സൗദിയുടെ സഹായത്തോടെ മറ്റൊരു വലിയ ആക്രമണത്തിന് തയ്യാറെടുക്കുകയാണോ? കാരണം മധ്യപൂർവ്വ ദേശത്തെ മറ്റു പല അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളിലും തുടർച്ചയായ ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അവിടെയുള്ള സൈനിക വിഭവങ്ങൾക്ക് വലിയ സമ്മർദ്ദം നേരിടേണ്ടി വന്നുവെന്ന റിപ്പോർട്ടുകളുമുണ്ട്. അങ്ങനെയെങ്കിൽ അടുത്ത ഘട്ടത്തിലെ ആക്രമണത്തിന് കൂടുതൽ സുരക്ഷിതമായ ഒരു ലോഞ്ചിങ് പോയിന്റായി സൗദിയെയോ ഇസ്രയേലിനെയോ ഉപയോഗിക്കാനുള്ള നീക്കമാണോ നടക്കുന്നത് എന്ന സംശയവും ശക്തമാകുന്നു. ഇതിനിടെ ഇസ്രയേലിലും സുരക്ഷാ സാഹചര്യം കൂടുതൽ കടുപ്പിച്ചിരിക്കുകയാണ്. ഇസ്രയേൽ പാർലമെന്റായ നെസറ്റിലെ യോഗങ്ങൾ പോലും കൂടുതൽ സുരക്ഷിതമായ ഭൂഗർഭ സൗകര്യങ്ങളിലേക്ക് മാറ്റിയതായി ഹീബ്രു മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള സാധ്യതയുള്ള ആക്രമണ ഭീഷണിയാണ് ഇതിന് പിന്നിലെന്നാണ് റിപ്പോർട്ടുകൾ. അതായത് പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. യുദ്ധം അവസാനിക്കുന്നതിൻ്റെ ലക്ഷണങ്ങളെക്കാൾ കൂടുതൽ അടുത്ത ഘട്ടത്തിലേക്ക് മാറുന്നതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ കൂടുതൽ കാണുന്നത്. ഇനി ഗൾഫ് രാജ്യങ്ങളുടെ പങ്കാളിത്തമാണ് ഏറ്റവും നിർണായകം. പ്രത്യേകിച്ച് സൗദി അറേബ്യയും UAEയും അമേരിക്കയുമായി അടുത്ത സൈനിക സുരക്ഷാ ബന്ധമുള്ള രാജ്യങ്ങളാണ്. ഔദ്യോഗികമായി യുദ്ധത്തിൽ നേരിട്ട് ചേരാതിരിക്കാൻ അവർ ശ്രമിച്ചാലും അമേരിക്കയുടെ സൈനിക സാന്നിധ്യവും സുരക്ഷാ സഹകരണവും ഈ രാജ്യങ്ങളെ ഈ സംഘർഷത്തിൻ്റെ തന്ത്രപ്രധാന ഭാഗമാക്കി മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സൗദിയോ UAEയോ നേരിട്ട് യുദ്ധത്തിൻ്റെ ഭാഗമായാൽ ഇറാന്റെ തിരിച്ചടി അവരിലേക്കും എത്താനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. ഇവിടെയാണ് ഇറാന്റെ ഇതുവരെയുള്ള പ്രതിരോധ ശേഷി ശ്രദ്ധിക്കപ്പെടേണ്ടത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാനിലെ നിരവധി സൈനിക കേന്ദ്രങ്ങൾ, തുറമുഖങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ, യുദ്ധവിമാനങ്ങൾ, ചെറിയ ആക്രമണ ബോട്ടുകൾ തുടങ്ങിയ പലതും ആക്രമിക്കപ്പെട്ടതായി റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. പക്ഷേ അതിനിടയിലും ഇറാൻ മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചുള്ള തിരിച്ചടികളും തുടരുകയാണ്. അപ്പോൾ ഒരു വലിയ ചോദ്യം ഉയരുന്നു. ഇത്രയും ആക്രമണങ്ങൾ നേരിട്ടിട്ടും ഇറാന് ഇപ്പോഴും തുടർച്ചയായി മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് തിരിച്ചടിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അവരുടെ കൈവശം യഥാർത്ഥത്തിൽ എത്രത്തോളം ആയുധ ശേഖരം ബാക്കിയുണ്ട്? ഇതാണ് ഇപ്പോൾ ഈ യുദ്ധത്തിൻ്റെ ഏറ്റവും വലിയ തന്ത്രപ്രധാനമായ ചോദ്യങ്ങളിലൊന്ന്. അമേരിക്കയുടെ ഏറ്റവും ആധുനികമായ
F-35 പോലുള്ള യുദ്ധവിമാനങ്ങൾ പോലും ഇറാനെതിരെ ഉപയോഗിക്കപ്പെടുന്ന സാഹചര്യത്തിലും ഇറാൻ്റെ മിസൈൽ ആക്രമണ ശേഷി പൂർണ്ണമായി തകർക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് പുറത്തുവരുന്ന ചിത്രമെന്ന് ഇറാൻ്റെ പക്ഷം അവകാശപ്പെടുന്നു. ഇതിൻ്റെ അർത്ഥം ഇറാൻ യുദ്ധത്തിൽ വിജയിച്ചു എന്നതല്ല, പക്ഷേ ഇത്രയും വലിയ സൈനിക ശക്തികൾക്കെതിരെ ഇത്രയും കാലം തുടർച്ചയായി തിരിച്ചടിക്കുവാൻ ഇറാന് കഴിയുന്നു എന്നത് തന്നെ ഒരു തന്ത്രപ്രധാനമായ കാര്യമായി വിലയിരുത്തേണ്ടി വരും. ഇതോടൊപ്പം ഇറാൻ മറ്റൊരു കടുത്ത മുന്നറിയിപ്പും നൽകുന്നുണ്ട്. അമേരിക്കയ്ക്ക് നേരിട്ട് സൈനിക പിന്തുണ നൽകുന്ന രാജ്യങ്ങൾ മാത്രമല്ല, അമേരിക്കൻ സൈനിക വിമാനങ്ങൾക്കും സൈനിക സംവിധാനങ്ങൾക്കും തങ്ങളുടെ താവളങ്ങൾ ഉപയോഗിക്കാൻ അനുവദിക്കുന്ന രാജ്യങ്ങളും ഇറാൻ്റെ ലക്ഷ്യങ്ങളാകുമെന്ന് ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള മുന്നറിയിപ്പ്. അതിൽ ബ്രിട്ടീഷ് സൈനിക താവളങ്ങളും ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക സൗകര്യങ്ങളും ഉൾപ്പെടാമെന്ന സൂചനയും പുറത്തു വരുന്നുണ്ട്. അത് സംഭവിച്ചാൽ നിലവിലെ അമേരിക്ക ഇറാൻ സംഘർഷം ഒരു പുതിയ തലത്തിലേക്ക് കടക്കും. മിഡിൽ ഈസ്റ്റിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധം എന്നതിൽ നിന്ന് അമേരിക്കയുടെ സഖ്യരാജ്യങ്ങളെയും നേരിട്ട് ഉൾപ്പെടുത്തുന്ന ഒരു വലിയ പ്രാദേശിക യുദ്ധമായി അത് മാറാം. ഇതിനിടയിൽ മറ്റൊരു ഗുരുതരമായ സുരക്ഷാ മുന്നറിയിപ്പും പുറത്തു വന്നിട്ടുണ്ട്. അമേരിക്കൻ ഇന്റലിജൻസ് സംവിധാനങ്ങളിൽ നിന്ന് പ്രസിഡന്റ് ട്രംപിനും അദ്ദേഹത്തിൻ്റെ അടുത്ത ഉദ്യോഗസ്ഥർക്കും സുരക്ഷാ മുന്നറിയിപ്പ് ലഭിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. ഇറാൻ്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡുമായി ബന്ധപ്പെട്ട വിഭാഗങ്ങളിൽ നിന്ന് അമേരിക്കൻ ഉദ്യോഗസ്ഥരെയും നയതന്ത്ര പ്രതിനിധികളെയും ലക്ഷ്യമിട്ടുള്ള ആക്രമണ ശ്രമങ്ങൾക്ക് സാധ്യതയുണ്ടെന്നാണ് ഈ മുന്നറിയിപ്പിൻ്റെ സാരാംശം. അതുകൊണ്ട് തന്നെ ചില അമേരിക്കൻ ഉദ്യോഗസ്ഥരുടെ യാത്രകൾക്കും സുരക്ഷാ പ്രോട്ടോക്കോളുകൾക്കും കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായതായും റിപ്പോർട്ടുകളുണ്ട്. ഇവയെല്ലാം കൂട്ടി വായിച്ചാൽ ഇപ്പോഴത്തെ യുദ്ധത്തിൻ്റെ ചിത്രം വളരെ സങ്കീർണമാണ്. അമേരിക്കയ്ക്ക് ആയുധശേഖരം വീണ്ടും നിറയ്ക്കേണ്ട ആവശ്യം, ഇസ്രയേലിന് സ്വന്തം സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്ക, സൗദിയും UAEയും നേരിട്ട് ഉൾപ്പെട്ടാൽ ഉണ്ടാകുന്ന ഇറാൻ്റെ തിരിച്ചടി, ബ്രിട്ടീഷ് സൈനിക താവളങ്ങൾ പോലും ലക്ഷ്യങ്ങളാകാനുള്ള സാധ്യത. അതേസമയം ഇത്രയും ആക്രമണങ്ങൾക്കിടയിലും ഇറാൻ്റെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ തുടരുന്നു. അതിനാൽ ഇപ്പോൾ ഏറ്റവും വലിയ ചോദ്യം ഒന്ന് തന്നെയാണ്: അടുത്ത ഘട്ടത്തിൽ അമേരിക്ക യുദ്ധം വ്യാപിപ്പിക്കുമോ അതോ താൽക്കാലികമായി പിന്നോട്ട് പോയി വീണ്ടും സൈനിക ശക്തി ശേഖരിക്കുമോ? ഇനി വരുന്ന മണിക്കൂറുകളും ദിവസങ്ങളും അതിന് നിർണായകമായിരിക്കും. ഞായറാഴ്ച ആയതോടെ സാഹചര്യം ഏത് ദിശയിലേക്ക് മാറുമെന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും. പുതിയ യുദ്ധ വിവരങ്ങളും നിർണായക അപ്ഡേറ്റുകളും ലഭിക്കുന്ന മുറയ്ക്ക് അടുത്ത വീഡിയോയിൽ വിശദമായി പരിശോധിക്കാം.